ഹായ്. അപ്പോൾ SSLCന്റെ റിസൾട്ട് വന്നു. ഇനി നമ്മുടെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് +1 അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഏകജാലകം സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാണ് അഡ്മിഷനുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അഡ്മിഷന്റെ ഡേറ്റ് ഈ പ്രോസസ്സുകളൊക്കെ തുടങ്ങുന്നത് മെയ് 25 മുതലാണ്. മെയ് 25 ഡേറ്റ് ഓർത്തിരിക്കുക. മെയ് 25-നാണ് തുടങ്ങുക. അത് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ റെഡിയാക്കി നമ്മൾ വെക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പോയിട്ട് അഡ്മിഷനും പ്രോസസ്സുകൾ ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിഷന് പോകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ കയ്യിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റ് ആണ്. ഹാൾ ടിക്കറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ റിസൾട്ട് കിട്ടിയിട്ട് എടുത്ത പ്രിന്റ് ഔട്ട് ആണെങ്കിലും മതി, പ്രിന്റ് ഔട്ടും കൊണ്ട് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ. ഹാൾ ടിക്കറ്റ് നമ്പർ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയാൻ വേണ്ടിയിട്ടാണ് ഹാൾ ടിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരുന്നാലും മതി, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഓർത്തിരിക്കുക. ദെൻ നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോവുക. അപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേഷൻ ചെയ്യൊന്നും വേണ്ട, ആധാർ കാർഡ് മതി, അതിൻ്റെ നമ്പർ കിട്ടിയാൽ മതി. അപ്പോൾ ആധാർ കാർഡ് കൊണ്ടുവരിക. അതുപോലെ നിങ്ങൾ NSS, NCC, ലിറ്റിൽ കൈറ്റ്സ്, അതേപോലെ SPC തുടങ്ങിയ പിന്നെ ക്ലബ്ബുകളിൽ അംഗങ്ങളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകണം. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ബോണസ് പോയിന്റുകൾ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ക്ലബ്ബുകളിൽ അംഗമാണെങ്കിൽ പരിസ്ഥിതി ക്ലബ്ബ്, എൻവയോൺമെന്റൽ ക്ലബ്ബുകൾ പോലെയുള്ള സാഹിത്യ ക്ലബ്ബുകൾ ഉണ്ടാവും. അങ്ങനത്തെ ക്ലബ്ബുകളിൽ അംഗങ്ങളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ കരുതുക. പിന്നെ നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കൂൾ കോഡാണ്. സ്കൂൾ കോഡ് വേണം. ഏതൊക്കെ സ്കൂളുകളിലാണോ പഠിക്കാൻ താല്പര്യമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട്, ഇല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സ്കൂൾ കോഡുകൾ, അതുപോലെ തന്നെ കോഴ്സ് കോഡുകൾ, സ്കൂൾ കോഡും കോഴ്സ് കോഡും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ കിട്ടും. അത് അറിഞ്ഞു വെക്കുക. സ്കൂൾ കോഡും കോഴ്സ് കോഡും അറിഞ്ഞു വെക്കുക. ദെൻ നിങ്ങൾക്ക് EWS റിസർവേഷന് അർഹരായവരാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റും കൂടി കരുതണം. ഓക്കെ. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ചില വീഡിയോകളിലൊക്കെ കണ്ടു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകണം. എപ്പോഴാണ്? അതായത് നിങ്ങളുടെ SLC ബുക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ രേഖപ്രകാരം നിങ്ങൾ ഓൾറെഡി SLC എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി എങ്കിൽ നിങ്ങളൊരു പിന്നെ കാസ്റ്റ്, അതിൽ വ്യത്യസ്തമാണ് നിങ്ങളുടെ കാസ്റ്റ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുക? പിന്നെ കൊണ്ടുപോകേണ്ടി വരും. അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യം നിങ്ങളുടെ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള അതേ അഡ്രസ്സിൽ തന്നെയാണ് വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ വിലാസം മാറിയില്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അഡ്രസ്സ് മാറുകയാണെങ്കിൽ മാത്രമാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊക്കെ എന്താണ്? ഓപ്ഷനിലാണ്. സാധാരണ രീതിയിൽ ഇവ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇനി കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ, കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം? നേരത്തെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി +1 അഡ്മിഷന് വേണ്ടിയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ, വിലപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. വീണ്ടും കാണാം. ബൈ.